ഹായ് ഡിയർ ഫ്രണ്ട്സ്, മാർക്കറ്റ് മാർച്ച് മാസത്തിൽ വലിയ തോതിൽ തന്നെ ഇടിഞ്ഞപ്പോൾ ഒരു സെക്ടർ മാത്രം റിവേഴ്സലിൻ്റെ ചില സിഗ്നലുകൾ കാണിക്കുന്നുണ്ട്. ആ സെക്ടറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിഫ്റ്റി മാർച്ച് മാസത്തിൽ ഏകദേശം 11% ഇടിഞ്ഞത്. എന്നാൽ നിഫ്റ്റി IT ഇൻഡെക്സ് മാർച്ച് മാസത്തിൽ ചെറിയ പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? മറ്റ് സെക്ടറുകളെല്ലാം ഇടിയുമ്പോൾ IT ഇങ്ങനെ റെസിലിയൻ്റ് ആയി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IT സെക്ടറിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ്. TCS, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, വിപ്രോ തുടങ്ങിയവയുടെ ചാർട്ട് നമ്മൾ വിശദമായി തന്നെ ഒന്ന് നോക്കുന്നുണ്ട്. ഇതുപോലെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ, ഡെയിലി മാർക്കറ്റ് ന്യൂസ് എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7:30 നമ്മുടെ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോകാം. അതിന് മുന്നേയായി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് നിഫ്റ്റി IT ഇൻഡെക്സ് നോക്കാം. ജൂൺ 2024 കൂടാതെ ഏപ്രിൽ 2025 ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു റിവേഴ്സൽ ലഭിച്ചിരുന്നത്. ഇപ്പോഴിതാ ഫെബ്രുവരി 2025 ഇതേ ഈ ഒരു ലെവലിൽ വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഡൗൺ ആയി പിന്നീട് തിരിച്ചു കയറിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ഒരു പുൾ ബാക്ക് ഈ ഏരിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഉള്ള ഒരു വീക്ക്ലി ക്ലോസിംഗ് കൂടി നമുക്കിവിടെ കിട്ടിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്സൈഡിൽ ഇനി പ്രധാനപ്പെട്ട അടുത്ത റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 31,770 മുതൽ 33,508 വരെയുള്ള ഈ ഒരു സോണാണ്. അത് ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിംഗ്, വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 37,408 അതിനുശേഷം 39,107 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് സ്റ്റോക്കുകളിലേക്ക് വരാം. ആദ്യം ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. TCSൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഏരിയ കാണാൻ കഴിയും. അത് 2,522 മുതൽ 2,622 വരെയുള്ള ഒരു ഏരിയയാണ്. ഇത് അപ്സൈഡിലെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ ആയി ആക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഒരു ചെറിയ റിവേഴ്സൽ നമുക്ക് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ കാണാവുന്നതാണ്. ഡൗൺ സൈഡിൽ ഒരുപക്ഷെ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് സെപ്റ്റംബർ 2018 അതുപോലെ ഒക്ടോബർ 2019 പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള 2,273 വീണ്ടും ഇനി ഒരുപക്ഷെ വീണ്ടും ഒരു ഫോളോ വരികയാണെങ്കിൽ അത് ഒരു സപ്പോർട്ട് ഏരിയ ആവാൻ സാധ്യതയുണ്ട്. ഇനി അപ്സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സോണൊക്കെയാണ്. നമുക്ക് പറയാം. സൂക്ഷ്മമായി പറയുകയാണെങ്കിൽ ഏപ്രിൽ 2025 മുതൽ ഒരു ഹയർ ലോ ഫോർമേഷനാണ് ഈ ഇൻഫോസിസിൽ ഫോം ആയിരുന്നത്. അതായത് ഒരു റൈസിങ് ചാനലായിരുന്നു ഇവിടെ ഫോം ആയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് ഫെബ്രുവരി 2026 ഉണ്ടായി. പിന്നീട് നമ്മൾ വരച്ച ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ലോ ആയിട്ടുള്ള 1355 ബ്രേക്ക് ചെയ്തു. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 1186 ആണ്. പക്ഷേ അതിന് മുന്നേ തന്നെ ഒരു റിവേഴ്സൽ ഇൻഫോസിസിൽ ഉണ്ടായിട്ടുണ്ട്. അപ്സൈഡിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സോണിൻ്റെ അപ്പർ എൻഡാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 1722 പിന്നീട് 1955 നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്സൈഡിലെ റെസിസ്റ്റൻറ്റ് ഏരിയകളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് വിപ്രോ, HCL ടെക്നോളജീസ് തുടങ്ങിയ കമ്പനികളെ കുറിച്ചാണ്. അതിനു മുന്നേ ആയി നമ്മുടെ കോഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് വരാം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് വിപ്രോ എന്ന കമ്പനിയെ കുറിച്ചാണ്. വിപ്രോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണിലാണ് വിപ്രോ ഇപ്പോൾ ഉള്ളത്. അതായത് ഒക്ടോബർ 2022 അതുപോലെ ജനുവരി 2023 മെയ് 2023 ഒക്ടോബർ 2023 ഈ സമയങ്ങളിലൊക്കെ
ഈ ഒരു ബോട്ടം ടച്ച് ചെയ്തതിന് ശേഷം ഒരു ചെറിയ റിവേഴ്സൽ അല്ലെങ്കിൽ നല്ല റിവേഴ്സലൊക്കെ മുന്നേയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇതേ ലെവലിൽ ഇപ്പോൾ വിപ്രോ എത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്നും ഒരു മൈനർ പുൾ ബാക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യം ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 220 ആണ്. അതിനുശേഷം 271 പ്രധാനപ്പെട്ട ഒരു അപ്സൈഡിലെ റെസിസ്റ്റൻസ് ലെവലാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഈ ഒരു സോൺ അല്ലെങ്കിൽ ഒരുപാടൊന്നും ഡൗൺ ആവാത്ത IT സ്റ്റോക്കുകളെ കുറിച്ച് തന്നെയാണ്. അടുത്തതായി HCL ടെക്നോളജീസിനെ കുറിച്ച് നോക്കാം. ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി പറയാനുണ്ട്. മറ്റുള്ള സ്റ്റോക്കുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര തന്നെ വലിയൊരു ഹെവി ഫോൾ HCL ടെക്നോളജീസിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കൂടാതെ 2021 ഹൈയിൽ നിന്നുമാണ് ഒരു റിവേഴ്സൽ ലഭിച്ചിരിക്കുന്നത്. മറ്റുള്ള IT സ്റ്റോക്കുകളൊക്കെ നമ്മൾ പറഞ്ഞത് വലിയ ഒരു ഫോൾ കഴിഞ്ഞതിന് ശേഷമുള്ള റിക്കവറി ആയിരുന്നു. പക്ഷേ HCL ടെക്നോളജീസിൻ്റെ കേസ് അങ്ങനെയല്ല. ഇനി ഡൗൺ സൈഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ 1320 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ നിലയിൽ ഒരു റിവേഴ്സൽ ലഭിച്ചിട്ടുണ്ട്. അപ്സൈഡിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയായി വരാൻ സാധ്യതയുള്ളത് 1677 ആണ്. ഇനി ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ ഡൗൺ സൈഡിലെ 1321 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഒരു ലെവൽ 1150 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ ആവാൻ സാധ്യതയുണ്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നിഫ്റ്റി 11% ഇടിവൊക്കെ വരുത്തിയപ്പോഴും ഈ 4 IT സ്റ്റോക്കുകൾ അല്ലെങ്കിൽ പൊതുവെയുള്ള IT സ്റ്റോക്കുകളിൽ തന്നെ ഒരു റിക്കവറി മോഡ് നമുക്ക് ചെറുതായിട്ടെങ്കിലും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റിനി ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ, നിഫ്റ്റിയിലൊക്കെ നല്ലൊരു റിവേഴ്സൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ IT ഇൻഡെക്സൊക്കെ നല്ലവണ്ണം പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ സ്റ്റോക്കുകളൊക്കെ വാച്ച് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഒരിക്കലും ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളുടെ കാര്യങ്ങളൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള എല്ലാ മാർക്കറ്റ് ഇൻസൈറ്റ്സും എല്ലാ ദിവസവും ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒട്ടും മടിക്കേണ്ട, ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായി കൂടി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിഫ്റ്റി IT ഇൻഡെക്സിലൊക്കെ ഇനി നല്ല മൂവ്മെൻറ്റ് വരും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.